ഹായ്, എൻ്റെ പേര് ജാസിം എന്നാണ്. ഞാൻ ഇവിടെ കേരളത്തിൽ കണ്ണൂരാണ്. എനിക്ക് മറ്റേ എന്താ പറയുക, നമ്മളെ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ആരും സ്കിപ്പ് ചെയ്ത് പോരില്ല. ഇതാ ഒരു കാര്യം പറയാണ്. അതായത് എനിക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം കുറച്ച് കൂടുതലായിപ്പോയി. എനിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പേടി എന്ന് പറഞ്ഞ സാധനം തീരെയില്ല, അൽഹംദുലില്ലാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊല്ലാൻ വരെ നോക്കി, എന്നിട്ടും എനിക്ക് പേടിയില്ല. അത് ഫുള്ള് തെളിവടക്കം ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചങ്ങായിമാർ 16 വർഷമായില്ല, ചങ്ങായിമാർ വരെ അതിന് കൂട്ടുനിന്ന് പൈസക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഉമ്മമാരെയും പെങ്ങന്മാരെല്ലാം ചിലപ്പോൾ പൈസക്ക് വേണ്ടി വെക്കും. അത്രക്ക് ഇത് വൃത്തിയിട്ട പരിപാടിയല്ല ഇതല്ലോ. സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ UAE ദുബായിൽ വെച്ചിട്ട് GCC എല്ലാ രാജ്യത്തും GCCയിലെ എല്ലാ രാജ്യത്തും ദുബായ് പിന്നെ GCCയിൽ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പൈസ കക്കുന്ന ആൾക്കാരുണ്ട്. ആ കമ്പനിയിൽ ഫസ്റ്റ് വർക്ക് ചെയ്തത് ഗോൾഡ് വൈൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന കമ്പനിയിലായിരുന്നു. ഒരു വർഷം അവിടെ വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്ത് ഒരു വർഷം കൊണ്ട് ആ കമ്പനിക്ക് വേണ്ടി $1 മില്യൺ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറയുന്ന ഓരോരോ കാര്യത്തിനും പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് തലക്ക് ഓളമൊന്നുമില്ല. എന്താ പറയുക, വായിൽ വരുന്ന തലയിൽ വരുന്ന കാര്യം പറയുന്നില്ല. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അതായത് ഫൈനാൻഷ്യൽ സ്കാം ഹാപ്പനിങ് ഇൻ UAE വിത്ത് ദ സപ്പോർട്ട് ഓഫ് UAE ഗവൺമെൻറ്, അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പം അതിൽ ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നോക്ക്, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് കിട്ടിയത് പണിയാണ് എനിക്കിത്. എൻ്റെ ആക്സിഡൻ്റ് ആയി ഞാൻ 2.5 മാസം കോമയിലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ വരും, നമ്മൾ ഇവിടുന്ന് വിളിക്കുന്ന മറ്റേന്ന് കുറച്ചതാണ്. നിങ്ങൾ ആ മനുഷ്യന്മാരുടെ കുഴപ്പമെന്ന് വെച്ചാൽ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിൽ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഞാൻ കുറച്ച് കമ്പനീസ് ഉണ്ട്, നിങ്ങൾക്ക് കോൾ വരുന്നവർ വെറുതെ വിളിക്കുന്നതല്ല, പൈസക്ക് വേണ്ടി വിളിക്കുകയാണ്. നിങ്ങൾ അവർക്ക് ഒറ്റ കാര്യം ചോദിച്ചാൽ മതി, ഇതിന് റിട്ടേൺ അഗ്രിമെൻറ്റ് തരുമോ, ഗ്യാരണ്ടി തരുമോ. അപ്പോൾ അവർ പറയുന്ന ഒറ്റ കാര്യം, നമ്മളെ ലൈഫിന് പോലും ഗ്യാരണ്ടി ഇല്ല. ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഗ്യാരണ്ടി തരാണ്? മനസ്സിലായില്ല? അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അവർക്ക് റിട്ടേൺ അഗ്രിമെൻറ്റ് വാങ്ങാൻ ₹1 നഷ്ടപ്പെടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു വർഷം കൊണ്ട് 7 ക്യാപിറ്റൽ മറ്റേ ഗോൾഡ് വൈൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പറഞ്ഞ കമ്പനി ദുബായിൽ അവിടെ ഉണ്ട്. ആ കമ്പനി ഇപ്പോൾ ഇല്ല. അവർ അണ്ടറിൽ വേറൊരു റോയൽ സിറ്റാഡൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവർക്ക് വേറെയും ബ്രാഞ്ച് ഉണ്ട് ബഹ്റൈനിൽ. അപ്പം ഇവരെന്ന് വെച്ചാൽ ജൂതന്മാരുടെ കമ്പനിയാണ്. അപ്പം അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇങ്ങനെ കട്ടുകൊണ്ടിരിക്കുകയാണ് വിത്ത് അതായത് UAE ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടെ. ഇത് UAE ഗവൺമെൻറ് റോയൽ നൂർ ക്യാപിറ്റൽ പറഞ്ഞ ബ്രോക്കറേജ് ഉണ്ട്. ആ കമ്പനിയും നമ്മളെ കമ്പനിയും തമ്മിലുള്ള ഡീലെന്ന് വെച്ചാൽ നൂർ ക്യാപിറ്റൽ വെച്ച് SCA റെഗുലേഷൻസ് UAE ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനി ബ്രോക്കറേജ്. അവർ തമ്മിലുള്ള ഡീലെന്ന് വെച്ച് കഴിഞ്ഞാൽ 60-40 ലോസ് ഷെയറിങ്. 60% നമ്മളെ കമ്പനിക്ക്, 40% നൂർ ക്യാപിറ്റലിന്. ഇവിടെ നമ്മൾ കാണിച്ചിരുന്നതാണ് നിങ്ങൾ കാണുന്നത്, അല്ലാണ്ട് ₹1 മാർക്കറ്റിൽ പോലും പോകുന്നില്ല. അതിനുശേഷം വേറൊരു ബ്രോക്കറേജ് ഉണ്ട് 7 ക്യാപിറ്റൽ പറഞ്ഞിട്ട്, അവരുടെ അണ്ടറിൽ വരുന്നുണ്ട് XE മാർക്കറ്റ് പറഞ്ഞിട്ട്. അവരും സെയിം 7 ക്യാപിറ്റൽ അണ്ടറിൽ വരുന്നത് XE മാർക്കറ്റ്. അവരും 60-40 ആണ്. അതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അവിടെ നിന്ന് ₹1 മാർക്കറ്റിൽ പോകുന്നില്ല. എല്ലാ മാസവും $10-15 മില്യൺ കട്ടുകൊണ്ട് നിൽക്കുകയാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ, നിങ്ങൾക്ക് അറിയുന്ന ഒരു രീതിക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം എൻ്റെ കയ്യിൽ പ്രൂഫില്ലോണ്ടായി പറയുന്നത്. എനിക്കൊരാളെ പേടിയില്ല. എന്നെ കൊല്ലാൻ വരെ നോക്കിയിട്ടും വീണ്ടും എന്നെ കൊല്ലുന്ന ആൾക്കാർ പറയുന്നുണ്ട്. എനിക്കെന്തായാലും പേടിയില്ല, അൽഹംദുലില്ലാ. എനിക്ക് ധൈര്യമുണ്ട്, എൻ്റെ കൂടെ അതുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒറ്റ കാര്യം ഇത് ചിന്തയില്ല. അതായത് എനിക്ക് എല്ലാവരും എൻ്റെ ബ്രദേഴ്സായിട്ട് സിസ്റ്റേഴ്സായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനത്തെ ഒന്നുമില്ല. ഒറ്റ കാര്യം ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോടുന്ന ബ്ലഡിൻ്റെ കളർ എന്താ? ചുവപ്പല്ലേ? എൻ്റെയും ചുവപ്പാണ്. ആർക്കും കൊമ്പൊന്നുമില്ലല്ലോ. അത്രയും ഞാൻ പറയുന്നില്ല. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെ സേവ് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പൈസ നിങ്ങളെ ഹാർഡ് ഏൺ മണിയാണ് അവർ കട്ടുകൊണ്ടുവന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്കുള്ളൊരു സൂക്കേടാണ്
കാലും വെച്ച് വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താല്ലേ പൈസ അവരെ യൂട്ടിലൈസ് ചെയ്യാണ്, അങ്ങനെ പൈസ കട്ടുകൊണ്ടുപോവാണ്. അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യാണ്. ഇത് റിക്വസ്റ്റാണ്. എനിക്ക് നമ്മളെ കൊണ്ട് ഒരു ഫാമിലിയെ രക്ഷപ്പെടുത്താൻ പറ്റിയ അത്രയും നല്ലതല്ല, അത്രയും വിചാരിക്കുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.